ഗ്രൗണ്ട് ഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ലാർജസ്റ്റ് പമ്പ് മാനുഫാക്ചറർ ആണ്. അത് മാത്രമല്ല മോസ്റ്റ് എഫിഷ്യന്റ് വാട്ടർ പമ്പ് ഇൻ ദ വേൾഡും ഗ്രൗണ്ട് ഫോഴ്സ് ആണ്. വെറും 80 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പമ്പിംഗ് കമ്പനി ആയത് എന്തുകൊണ്ടായിരിക്കും? ഓഫ് കോഴ്സ് അതിന്റെ ക്വാളിറ്റി, അതിന്റെ സർവീസബിലിറ്റി, അതിന്റെ റിലയബിലിറ്റി, ഇതെല്ലാം കൊണ്ട് തന്നെയാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം, അതായത് നമ്മുടെ ടാങ്കിന്റെ മുകളിൽ നിന്ന് വെള്ളം കെട്ടിക്കിടക്കാതെ എങ്ങനെ നല്ല ശുദ്ധമായ വെള്ളം നമ്മുടെ കിണറിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാം എന്നതിന്റെ ലൈവ് ഡെമോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് രൂപ മുടക്കി നമ്മളിപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാങ്കുകളെല്ലാം നമ്മുടെ വീടിന്റെ മുകളിൽ ഇപ്പം പല ആൾക്കാരും വെക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ റീസൺ? പ്യൂർലി ഹെൽത്ത് കൺസേൺ തന്നെ. ഗ്രൗണ്ട് ഫോഴ്സിന്റെ സ്കാലാറ്റു എന്ന് പറഞ്ഞ പമ്പ് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഈ ഓവർഹെഡ് ടാങ്കിനെ ഒഴിവാക്കി വെക്കാം എന്നുള്ള ലൈവ് ഡെമോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, ഇത് താഴെ ഒരു ടാങ്ക്, നിങ്ങൾക്ക് ഒരു സമ്പ് ടാങ്ക് ആയിട്ടോ ഒരു കിണറായിട്ടോ ഒക്കെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. നമ്മുടെ കിണറിന്റെ മുകളിൽ പമ്പ് ഇരിക്കുകയാണ്. താഴേന്ന് പമ്പ് ഡയറക്റ്റ് വെള്ളം കിണറിൽ നിന്ന് അല്ലെങ്കിൽ സമ്പിൽ നിന്ന് പമ്പ് ചെയ്ത് ഡയറക്റ്റ് ടാപ്പിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ടാപ്പിൽ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഈ പമ്പ് ഓൺ കണ്ടീഷനിലാണ്. ഞങ്ങൾ ഇത്രയും അടുത്ത് നിന്നിട്ടും ഈ പമ്പിന്റെ സൗണ്ട് കേൾക്കാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സ്ലോ സ്റ്റാർട്ടും സ്ലോ സ്റ്റോപ്പുമാണ്. ഇതിന് വാട്ടർ ഹാമറിങ് ഉണ്ടാവത്തില്ല. എത്ര വർഷം കഴിഞ്ഞാലും പ്ലംബിംഗ് ലീക്കേജ് വരത്തില്ല. നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ വീടിന്റെ മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് വരുമ്പം എന്തൊക്കെ കോസ്റ്റുകളാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു 2000 ലിറ്ററിന്റെ ഒരു SS ടാങ്കിന് ഒരു ആവറേജ് നമുക്ക് ഒരു 60,000 എടുക്കാം. പ്ലസ് ഒരു സ്റ്റാൻഡ് അതിന്റെ മുകളിൽ വെക്കുന്നതിന് ഏകദേശം ഒരു 30,000, അപ്പോൾ 90,000 ആയി. പ്ലസ് നമുക്ക് താഴെ കിണറിൽ നിന്ന് മുകളിൽ ഈ ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്കൊരു നോർമൽ ഒരു പമ്പ്, അതിന്റെ പ്ലംബിംഗ് ഒരു 10,000. മേളിൽ നിന്ന് എന്തായാലും താഴേക്ക് വരാൻ ഒരു പ്രഷർ പമ്പ് ഒരു 30,000. ഇനിഷ്യലി നമ്മളൊരു 1.3 lakhs മുടക്കേണ്ടി വരും ഇത്രയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ റണ്ണിങ് കോസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി, നമ്മുടെ കിണറിൽ നിന്ന് ഒരു പമ്പ് ചെയ്ത് മുകളിലേക്ക് പോകണം. അതിനൊരു കറണ്ട് ആവശ്യമാണ്. മേളിൽ നിന്ന് ടാങ്കിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഒരു ബൂസ്റ്റർ പമ്പ്, അതിനും കറണ്ട് ആവശ്യമാണ്. ഇവിടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ സ്കാലാറ്റു 8 മീറ്റർ വരെ ഡെപ്ത് ഉള്ള കിണറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ടാപ്പിലേക്ക് ബൂസ്റ്റിംഗ് ആണ്. നമുക്ക് ശുദ്ധമായ വെള്ളം കിണറിൽ നിന്ന് ഡയറക്റ്റ് ടാപ്പിലേക്ക് കിട്ടുകയാണ്. അതും വളരെ തുച്ഛമായ ഈ മുടക്കുന്ന 1,40,000 രൂപ നേരത്തെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതി പോലും ആവശ്യമില്ലാതെ. എന്നാൽ റണ്ണിങ് കോസ്റ്റ് എടുത്താൽ 2 പമ്പ് വർക്ക് ചെയ്യുന്ന കറണ്ടിന്റെ ഒരു 1/4 ഭാഗം പോലും എടുക്കാതാണ് നമ്മുടെ സ്കാലാറ്റു ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മുടെ ഒരു വീട്ടിൽ നമുക്കൊരു 90% സമയം നമ്മൾ ഒരു ടാപ്പ് മാത്രമേ ഒരു ടൈമിൽ യൂസ് ചെയ്യത്തുള്ളൂ. എല്ലാ ടാപ്പും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് നമ്മളൊരു 10% ടൈം മാത്രമേ ഉള്ളൂ. നമുക്കിത് ഒരു ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ എത്രയാണ് കറണ്ട് എടുക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. നോക്കെ 100 വാട്ടിൽ ഇത് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് നോർമലി ഒരു പമ്പ്, ഒരു 1 HP പമ്പ് എന്ന് പറയുമ്പോൾ ഒരു ടാപ്പ് തുറന്നാലും ഒരു 8 ടാപ്പ് തുറന്നാലും 750 വാട്ടാണ് എടുക്കുന്നത്. ഞങ്ങളുടെ തന്നെ ഈ ടാങ്ക് ഉള്ള മോഡൽസിന് അങ്ങനെ നോർമലി 1 HP അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ വാങ്ങിയിട്ട് അതായത് ഇനീഷ്യലി നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കുന്നില്ലേ, അതുപോലെയാണോ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്? അതിലും മേലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മൾ വലിയൊരു എമൗണ്ട് മുടക്കിയിട്ടാണ് അത് റണ്ണിങ് കോസ്റ്റ് കുറയുന്നത്. ഇവിടെ ഇനിഷ്യൽ എമൗണ്ട് കുറവാണ്, മേളിൽ ടാങ്ക് ഇല്ല, ഈ അത്രയും പ്ലംബിംഗ് കുറവാണ്, അത്രയും എല്ലാം കുറവാണ്, എന്നാൽ റണ്ണിങ് കോസ്റ്റും കുറവാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു 100 വാട്ടിൽ ഇത് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വാട്ടേജ് കൂടി എടുക്കും. മാക്സിമം 550 വാട്ടാണ് എടുക്കുന്നത്. അതും 8 ടാപ്പ് ഒരുമിച്ച് തുറക്കാം ഈ പമ്പിന്. അത് മാത്രമല്ല, നമുക്ക് ഈ പഴയ വീട്ടിൽ റെനോവേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഈ പമ്പ് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹാമറിങ് വരുമ്പോഴാണ് ഈ പഴയ പ്ലംബിംഗ് പൊട്ടാൻ സാധ്യത. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു 99% നമുക്ക് പഴയ പ്ലംബിങ്ങിലും പൊട്ടാതെ തന്നെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ പമ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എനിക്ക് തോന്നിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നേരം ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഈ പമ്പ് വർക്കിംഗ് ആണ്, പക്ഷെ എന്തായിരിക്കും ഒരു സൗണ്ട് നമ്മൾ കേൾക്കാത്തത്? അതാണ് ഇതിന്റെ ഏറ്റവും ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള പോയിന്റ്. നോർമലി നമ്മൾ മനുഷ്യർ സംസാരിക്കുന്ന ഏകദേശം ഒരു 55 to 57 ഡെസിബിൾ ആണ്. നമ്മുടെ ഈ പമ്പ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെറും 44 ഡെസിബിൾ ആണ്. അതും ഈ എല്ലാ
എല്ലാ ടാപ്പും ഒരുമിച്ച് നമ്മുടെ വീട്ടിൽ തുറക്കുമ്പോഴാണ് ഈ 44 ഡെസിബൽ. ഇത് ഒരു ടാപ്പേ തുറന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു ശബ്ദവും നമുക്ക് ഇത്രയും തൊട്ടടുത്ത് നിന്ന് നിങ്ങൾക്ക് ഈ മൈക്കിനകത്തൂടെ പോലും കേൾക്കാൻ പറ്റാത്ത ആണ് ഇതിന്റെ സൗണ്ട്. ഇത് നമുക്ക് വീടിനകത്ത് വെക്കാം, മുകളിൽ വെക്കണമെന്നില്ല, വീടിനകത്ത് വെക്കാം, കിണറിന്റെ സൈഡിൽ വെക്കാം, കിച്ചൺ വാർഡ്രോപ്പിനകത്ത് വെക്കാം. ഞങ്ങൾ പല സ്ഥലത്തും നമ്മുടെ സീലിംഗിനകത്ത് വരെ ഞങ്ങൾ ഈ പമ്പ് പല സ്ഥലത്തും ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്റെ ഡൗട്ട് എങ്ങനെയാണ്, നമുക്കറിയാം ഈ കറണ്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അതാണ് അടുത്ത ഈ പമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് സിംഗിൾ കിലോ വാട്ട് സിംഗിൾ ബാറ്ററി ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യാം. സോളാറിൽ നമുക്ക് ഹൈബ്രിഡ് സോളാർ ആണെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം, UPS വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതിന് ഈ പമ്പിന് സ്റ്റാർട്ടിംഗ് കറണ്ട് ഇല്ല. സാധാരണ ഒരു 1 HP പമ്പിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ 6 amps മുതൽ ഒരു 10 amps വരെയാണ് സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് കാണിച്ചു തരാം ഇതിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എത്ര എടുക്കുന്നത് എന്നുള്ളത്. 0.0 ആണ് ആംപ്സ് എടുക്കുന്നത്, ആംബിയർ ആണ്, ഇതൊന്നും എടുക്കുന്നില്ല. 0.72 എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാല്യൂ വരുന്നതാണ്. നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത്, ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്തു, നോക്കാം. ഈ പമ്പ് സ്റ്റാർട്ട് ചെയ്തു 0.4 0.5. ഇവിടെ 6 to 10 വരുന്ന സ്ഥാനത്താണ് നമുക്ക് 0.4 എന്ന് പറഞ്ഞ് വരുന്നത്. നോർമലി ഈ ഒരുപാട് ആംബിയർ ഇനിഷ്യലി എടുക്കുന്നതുകൊണ്ടാണ് ഈ ഇൻവേർട്ടറിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതങ്ങനെ വരുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇൻവേർട്ടർ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? ഈ പമ്പിന് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ ഉണ്ട്, ഇതിനകത്ത് തന്നെ ഉണ്ട്. വൈഡ് വോൾട്ടേജ് റേഞ്ച് വർക്ക് ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഫാൻ എടുക്കുന്ന പവർ കൺസപ്ഷൻ മാത്രമേ നമ്മുടെ ഈ സ്കാലന്റെ ഈ ഒരു പ്രഷർ പമ്പ് എടുക്കുന്നുള്ളൂ അല്ലേ? കറക്റ്റ് ആണ്. നമ്മൾ ഒരു ടാപ്പൊക്കെ തുറക്കുമ്പോൾ ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന ഒരു 2 വർഷം പഴയ ഫാൻ വർക്ക് ചെയ്യുന്ന 100 watt എടുക്കുന്നുള്ളൂ. അതിന് പോലും ഇത് സ്റ്റാർട്ടിങ് വർക്ക് ചെയ്യും. ഇത് നമ്മൾ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചും നമ്പർ ഓഫ് ടാപ്സിന്റെ ഒരുമിച്ചുള്ള ഉപയോഗത്തിനനുസരിച്ചും ആവശ്യം ഉള്ള കറണ്ട് കൂടുതലുള്ളത് പമ്പ് തന്നെ എടുക്കാൻ. ഈ പമ്പിന്റെ ഡിസ്പ്ലേയിൽ നമുക്കൊരു അപ്പ് ആരോ ഡൗൺ ആരോയും കാണാം. നമുക്കൊരു പ്രഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ അപ്പ് ആരോ ഞെക്കിയാൽ പ്രഷർ കൂടും. ഇങ്ങനെ പ്രഷർ കൂട്ടാം. നമുക്ക് ഡൗൺ ആരോ ഞെക്കിയാൽ പ്രഷർ കുറയ്ക്കാം. ഒരു ചൈൽഡ് ലോക്ക് ഉണ്ട്, അതായത് ഈ 2 അപ്പും ഡൗണും ആരോ ഒരുമിച്ച് നമ്മൾ ഞെക്കി പിടിച്ചാൽ ഇതിനകത്ത് ചൈൽഡ് ലോക്ക് ആക്ടിവേറ്റ് ആവും. അതായത് പിന്നെ പ്രഷർ കൂട്ടാനോ കുറയ്ക്കാനും പറ്റത്തില്ല. നമുക്കൊരു കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ സിമ്പിളായിട്ട് പുറത്ത് തന്നെ വെക്കാം. ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വീണ്ടും ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ മതി. ഈ സ്കാല 2-നകത്ത് ഒരു 7 ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇത് വൈഡ് വോൾട്ടേജ് റേഞ്ചിൽ വർക്ക് ചെയ്യും. നമ്മുടെ സാധാരണ ഒരു പമ്പ് ലോ വോൾട്ടേജിൽ വർക്ക് ചെയ്തതിൽ ഇതിന്റെ വൈൻഡിങ്ങിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. ഈ ആദ്യത്തെ ലൈറ്റ് കത്തിയിട്ട് നമ്മുടെ വൈൻഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിന്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയാൽ മതി, ഒരു ക്രോസ് സിമ്പൽ ആണ്. പമ്പ് ബ്ലോക്ക്, ഇപ്പോൾ ഒരു കല്ലോ എന്തെങ്കിലും കയറി ഇതിന്റെ ഇംപെലർ കറങ്ങാതെ ബ്ലോക്ക് ആയിരുന്നാൽ നോർമലി വൈൻഡിങ് ഫെയിലർ ആണ് എല്ലാ പമ്പ്സിനും ഉണ്ടാവാറുള്ളത്. ഇതെന്ന് പറയുമ്പോൾ ഈ പമ്പ് ഇതിന്റെ വൈൻഡിങ്ങിന് ഒരു പ്രശ്നം വരാതെ ഈ ഒരു ലൈറ്റ് എത്തി നമ്മളെ കാണിച്ചു തരും. നമ്മുടെ സർവീസ് സെന്ററിൽ നാളെ വന്ന് അത് റെക്ടിഫൈ ചെയ്താൽ മതി, വൈൻഡിങ്ങിന് കംപ്ലൈന്റ് വരത്തില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ആന്റി സൈക്ലിംഗ് ആണ് മൂന്നാമത്തെ. നമ്മുടെ വീട്ടിൽ എവിടെങ്കിലും പ്ലംബിംഗ് ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ്, ഈ മൂന്നാമത്തെ ലൈറ്റ് എത്തി നമ്മളെ കാണിച്ചു തരും. അടുത്ത 4-മത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പമ്പ് സ്റ്റോപ്പ് ആവും, വർക്ക് ചെയ്തില്ല, എയർ കയറി കംപ്ലൈന്റ് ആയി പോകത്തില്ല. കൂടാതെ ഇതൊരു സെൽഫ് പ്രൈമിംഗ് പമ്പാണ്. ഇതിന് എയറിനെ തന്നെ എടുത്ത് പുറത്ത് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത 5-മത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, മാക്സിമം പ്രഷർ ടു ഹൈ. അടുത്ത 6-മത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മാക്സിമം റൺ ടൈം ആണ്. അതായത് നമ്മളൊരു ടാപ്പ് പൊട്ടി ഇപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ ഫ്ലോ പോവുകയാണെന്നുണ്ടെങ്കിൽ പമ്പ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഈ ഫീച്ചറൊക്കെ നമുക്ക് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അടുത്ത 7-മത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർ ടെമ്പറേച്ചർ ആണ്. ആംബിയൻ ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒരു 55 ഡിഗ്രിയിൽ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പമ്പ് വർക്ക് ചെയ്യത്തില്ല. അതൊരു സേഫ്റ്റി ഫീച്ചറും കൂടെയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇന്ന് ഗ്രൗണ്ട് ഫോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ സ്കാല എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയല്ലോ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രൗണ്ട് ഫോഴ്സിനെ പറ്റി അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ലേ മാർബിൾ ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഡീലറാണ് ഗ്രൗണ്ട് ഫോഴ്സിന്റെ. സോ വിസിറ്റ് ലേ മാർബിൾ ഗാലറി, ഓപ്പോസിറ്റ് സിവിൽ സ്റ്റേഷൻ, കാലിക്കറ്റ്. താങ്ക് യു.